6,50,000 രൂപയുടെ ഹൈടെക് ബസ് സ്റ്റോപ്പ്. പക്ഷെ പാട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പാടേണ്ടി വരും. നമസ്കാരം, ഞാൻ രാജൻ. കരുവഞ്ചാലിലെ ഈ ബസ് സ്റ്റോപ്പ് കണ്ടോ? MLA ഫണ്ടിൽ നിന്നും 6,50,000 രൂപ മുടക്കിയുണ്ടാക്കിയതാണ്. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, ഫോൺ ചാർജ് ചെയ്യാനും സൗകര്യമുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ മ്യൂസിക് സിസ്റ്റം മാത്രം പണിമുടക്കിയിട്ട് കുറേ ദിവസങ്ങളായി. ലക്ഷങ്ങൾ മുടക്കിയിട്ട് കാര്യമില്ല. പരിപാലനം, മെയിൻ്റനൻസ് വേണ്ടേ? ഇവിടെ കാത്തുനിൽക്കുന്നവർക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പാടേണ്ടി വരും. സ്വന്തമായി പാടുകയല്ലാതെ വേറെ വഴിയില്ല. അന്ന് ഉദ്ഘാടന സമയത്ത് MLAയും നേതാക്കളും വലിയ ബിൽഡപ്പിലായിരുന്നു. 24 മണിക്കൂറും പാട്ട് കേട്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാമെന്നായിരുന്നല്ലോ വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ പാട്ടുമില്ല, ഒരു കോപ്പുമില്ല. പാട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ തന്നെ പാടേണ്ടി വരും. സംസ്ഥാന സർക്കാർ ഒരു ലൈഫ് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. എന്നാൽ കരുവഞ്ചാലിലെ ഈ ബസ് സ്റ്റോപ്പിന് ചിലവാക്കിയത് 6,50,000 രൂപയാണ്. എന്നിട്ടും പാട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പാടേണ്ടി വരും. ഇക്കാര്യം ബഹുമാനപ്പെട്ട MLAയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടണം. കരാറുകാരെക്കൊണ്ട് ഇത് ഉടൻ തന്നെ ശരിയാക്കണം. ഒപ്പം ഒരു കാര്യം കൂടി പറയാം, ഇത് നമ്മുടെ പൊതുമുതലാണ്. ഇതൊന്ന് സംരക്ഷിക്കാൻ നമ്മളും വിചാരിക്കണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നശിപ്പിക്കാതിരിക്കുക. തകരാറുകൾ കണ്ടാൽ അധികൃതരെ അറിയിക്കുക. ഈ 6,50,000 രൂപയുടെ ബസ് സ്റ്റോപ്പിൽ പാട്ട് വീണ്ടും കേൾക്കാൻ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പൊതുമുതൽ സംരക്ഷിക്കപ്പെടട്ടെ.